നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളീയ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലെ ടോൾ പ്ലാസകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് MG ശ്രീജിത്ത്. അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. ശ്രീജിത്ത് സാർ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് റോഡ് മാർഗമുള്ള യാത്ര. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് പോകേണ്ടത് അടിയന്തര ആവശ്യം തന്നെയാണ് ഒരു മനുഷ്യന്. പക്ഷേ ആ റോഡ്, നല്ല റോഡുകൾ നിർമ്മിച്ച് തരേണ്ടത് അധികൃതരുടെ കടമയുമാണ്, അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ 11 ടോൾ പ്ലാസകൾ നമ്മുടെ കേരളത്തിൽ, പ്രധാന ടോൾ പ്ലാസകൾ, ചെറുതായിട്ടൊക്കെ പലയിടത്തും ചെറിയ റോഡുകളിലുണ്ടെങ്കിലും ഈ 11 ടോൾ പ്ലാസകളാണ് ഏറ്റവും കൂടുതലായിട്ട് വാഹനയാത്രയും ഹൈവേ കേന്ദ്രീകരിച്ചുമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ടോൾ പ്ലാസകൾ. ഈ ടോൾ പ്ലാസകളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അങ്ങ് ഒരു കേസ് ഫയൽ ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചു. എന്തായിരുന്നു അതിൻ്റെ വിഷയം? കേരളത്തിലെ ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ടോളുകളിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നതും ഏറ്റവും കൂടുതൽ ഗതാഗത റേഷ്യോ ഉള്ളതുമായിട്ടുള്ള ടോളാണ് ഈ പാലിയേക്കര ടോൾ. പാലിയേക്കര ടോള് തുടങ്ങിയ കാലം മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള പാളിച്ചകളും പ്രവർത്തനത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി പത്രങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും നിരവധി വാർത്തകൾ ഗുണ്ടായിസ പ്രവർത്തനങ്ങളിലൂടെ ടോള് പിരിക്കുന്നതും നിയമവിരുദ്ധമായിട്ട് കയറിട്ട് ടോള് കൊടുക്കാതെ അല്ലെങ്കിൽ ആ യന്ത്രം പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്ന വാഹനങ്ങളെ കുരുക്ക് പിടിച്ച് എടുക്കുന്നതൊക്കെ സംഭവങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിവാദം ഉണ്ടായ ഒരു ടോൾ പ്ലാസ. തീർച്ചയായും നമ്മളൊരു സമയത്ത് കണ്ടു, മിസ്റ്റർ PC ജോർജ്, അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് അതുവഴി കടന്നുപോയ സമയത്ത് തടുത്തു നിർത്തുകയും വലിയ വിഷയം ഉണ്ടായതായിട്ട്. നിരവധി ആൾക്കാർ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ അവർ പ്രതികരിക്കുകയും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് ഒരു സീനിയർ അഭിഭാഷകൻ കൂടെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ, അദ്ദേഹം ചേർത്തല ബാറിലെ അഭിഭാഷകനാണ്, ആലപ്പുഴയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ ഏർപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിച്ചതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ടോൾ ഇന്നും പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യം 2006 ഇതിൻ്റെ കരാറ് ഏർപ്പെടുന്നത്. 2011 അവർ ടോള് പിരിക്കാനായിട്ട് ഏകദേശം പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ടോള് പിരിക്കാൻ തുടങ്ങി. ഈ 2011 ടോള് പിരിച്ചെങ്കിലും അവർ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 721 കോടി രൂപ, മറ്റേ 700 സംതിങ് കോടിയാണ്. 2023 തന്നെ അവർ 1136 കോടിയോളം പിരിച്ചെടുക്കുന്നതാണ് വിവരാവകാശം. അപ്പോൾ ഈ 1136 കോടി രൂപ പിരിച്ചെടുത്തിട്ടും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് സർവീസ് റോഡുകൾ, മറ്റ് അനുബന്ധ അടിപ്പാതകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് റോഡിലുടനീളം സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ അവർ വീഴ്ച വരുത്തി. ഈ വീഴ്ച വരുത്തിയത് കൊണ്ട് ഈ കൊമേഴ്സ്യലായിട്ട് ഈ പൊതുജനങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതിനുള്ള ലൈസൻസ് COD, പെർമനൻറ്റ് COD എന്നാണ് പറയുന്നത്. ആ പെർമനൻറ്റ് COD ഇതുവരെ പാലിയേക്കര ടോളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതും വിവരാവകാശ നിയമങ്ങൾ വഴി മനസ്സിലാക്കുന്നതും. അത് ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് COD. ആ പെർമനൻറ്റ് COD ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പണം ചെലവാക്കിയത് ചൂണ്ടിക്കാണിച്ചിട്ട് കോടതി വഴിയും അല്ലാതെ അധികൃതർ വഴിയും ഒരു പിൻവാതിൽ കൂടെ ടെമ്പററി COD വാങ്ങിച്ചു. അപ്പോൾ ആ ടെമ്പററി COD കൊടുക്കുമ്പോഴും വ്യവസ്ഥയെന്ന് പറയുന്നത് ഈ സർവീസ് റോഡുകളും അടിപ്പാതകളും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. എന്നിട്ടും അവർ കംപ്ലീറ്റ് ചെയ്യാതെ വന്നതിനാൽ പെർമനൻറ്റ് CODയും ഇപ്പോൾ കാലാവധി കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ടും
ആ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പൂർത്തീകരിക്കപ്പെട്ടില്ല. ടെൻഡർ വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്നത് ലംഘനം നടന്നിരിക്കുന്നു. 64 കിലോമീറ്ററാണ് ടോൾ പിരിക്കാവുന്ന ലെങ്ത് എന്ന് പറയുന്നത്. ഈ 64 കിലോമീറ്ററിലും നമുക്ക് പണികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകളല്ലേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇവർക്ക് ഈ COD ഇല്ലാതിരുന്നിട്ടും കരാർ ഈ പിരിവ് തുടരാനുള്ള അനുമതി കൊടുക്കുന്നത് അങ്ങനെ ഒരു ലോബി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടിയല്ലേ? തീർച്ചയായിട്ടും അതിനെതിരെയാണ് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ബോധിപ്പിച്ചിട്ടുള്ളത്. കോടതി ഇപ്പോൾ എന്താണ് ആക്ച്വലി പറഞ്ഞത്? കോടതി ഈ കരാറുകാർക്ക് അർജന്റ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് അതിൻ്റെ മറുപടി തേടിയിട്ടുണ്ട്. കൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് റോഡിനോടും നമ്മൾ വിശദീകരണം കോടതി ചോദിച്ചിട്ടുണ്ട്. അവരുടെ അഭിഭാഷകൻ ഹാജരായിട്ടുണ്ട്. ഈ കരാറുകാർക്ക് നോട്ടീസ് പുറപ്പെടുവിച്ച് അവരുടെ അഭിഭാഷകൻ വന്നിട്ട് അതിൻ്റെ മറുപടി കോടതിക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി എന്നത്തേക്കാണ് കോടതി കേസ്? ആഗസ്റ്റ് 1-ാം തീയതിക്കാണ് കേസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ടോളിനെ കുറിച്ച് മാത്രമാണ് ഇപ്പം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു ടോളുകളെ പറ്റി വിവരാവകാശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ പെൻഡിങ് ആണ്. അത് കിട്ടിയാൽ ഉടനെ അതിനെതിരെ നമ്മൾ ഇപ്പോൾ അതേപോലെ തന്നെ വിവാദം ഉണ്ടായിട്ടുള്ളൊരു ടോളാണ് കുമ്പളം ടോൾ. അരൂർ പണ്ട് വലിയ സമരങ്ങളും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത് ഈ പാലിയക്കരയുടെ അത്ര ഇല്ലെങ്കിൽ പോലും വലിയ വിവാദങ്ങൾ നടന്നതാണ്. അവിടെ ഉണ്ടായൊരു വിഷയം എന്ന് പറയുന്നത് ഈ ആ പ്രദേശവാസികൾ ആയിട്ടുള്ള ആളുകൾക്ക് ടോളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. ഈ നിയമത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള തദ്ദേശവാസികളായിട്ടുള്ള RC ഓണർ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥ കാണിക്കുന്ന രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സംഷൻ കൊടുക്കാനുള്ള നിയമമുണ്ട്. ഈ പാലിയക്കര ടോളിൽ സൈഡിലൂടെ ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു. ഈ ടോൾ വന്ന ശേഷം ആ സർവീസ് റോഡ് കെട്ടിയടച്ചതായിട്ട് അവിടെ കാണുന്നുണ്ട്, തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ നിയമവിരുദ്ധമായിട്ടാണ് അത് കെട്ടിയടച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളും പഴയ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ ഉടനെ തന്നെ അതും ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു ടോളുകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനോട് അനുബന്ധമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും 12 ടോളുകളെ പറ്റിയുള്ള വിവരങ്ങളും നമ്മൾ വിവരാവകാശം. ഇപ്പോൾ കണ്ടെയ്നർ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊന്നാരിമംഗലം ടോൾ എന്ന് പറയുന്നത്, എറണാകുളം ജില്ലയിൽ. ആ പൊന്നാരിമംഗലം റോഡിൽ ഈ തുടങ്ങി ഇത്രയും വർഷമായിട്ട് ആ റോഡ് അന്ധകാരമാണ്, തീർച്ചയായും ഇരുട്ട് നിറഞ്ഞു കിടക്കാണ്. ധാരാളം അപകടങ്ങൾ. ഒരു മാധ്യമപ്രവർത്തകനെ രാത്രി അദ്ദേഹം ജോലിക്ക് പോയ വഴിയിൽ തടുത്തു നിർത്തി കൊലപ്പെടുത്തിയ കഥ. ഒരു ദേശാഭിമാനിയുടെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. ഏലൂര് ഭാഗത്ത് രാത്രി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് നിന്ന സമയത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇതൊക്കെ അന്ധകാരമാണ്, ഇരുട്ടാണ്. രാത്രിയിൽ ആ റോഡേ കൂടെ മനസ്സമാനത്തോടുകൂടി വാഹനം ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ടോൾ കൊടുത്തിട്ടാണ് പോകുന്നതെന്നുള്ളൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇതിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന? നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഔദ്യോഗികമായി കിട്ടിയാൽ ഉടനെ തന്നെ ഈ പൊന്നാരിമംഗലം ടോളിനെതിരെയും കേസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ 9-ാം മാസത്തിൽ അവസാനിക്കുകയാണെന്ന് പറയുന്നത് കുമ്പളത്തെ ടോൾ 9-ാം മാസത്തിൽ അവസാനിക്കുകയാണ്. അതെ. അപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇത്രയും വലിയൊരു റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് ഈ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇങ്ങനെ ഈ അനധികൃതമായിട്ട് ഇത് പലതും പൂർത്തീകരിക്കേണ്ട വർക്കുകൾ പൂർത്തീകരിക്കാതെ COD പൂർണ്ണമായിട്ട് കൊടുക്കാതെ വീണ്ടും ഇത് പിരിക്കാൻ വേണ്ടി നീട്ടിക്കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. അതെന്താണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി? നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ ഇവർക്ക്? നിയമത്തിൽ ഇപ്പോൾ അവർ പണം മുടക്കി അത് നിർമ്മിക്കുന്നതുകൊണ്ട് ടെമ്പററി COD കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ആ ടെമ്പററി COD കൊടുക്കുന്ന കാലയളവിലും ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിച്ച് പൂർത്തീകരിക്കേണ്ടതാണ്. അതിലും ലംഘനം നടക്കുകയാണ്. അത് ഇല്ല ശരിക്കും. എന്നിട്ടും ടെമ്പററി COD കൊടുക്കുന്ന സ്ഥിതി. ഇതൊക്കെ സാമ്പത്തിക അഴിമതിയുടെ കൈകളതിൻ്റെ പിന്നിലുണ്ടെന്നല്ലേ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ മറ്റ് അധികാരികളിലുള്ള സ്വാധീനം ചെലുത്തിയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ കരാറിലുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിതരാകും. സമൂഹത്തിന് നീതി കിട്ടും. ഇപ്പം തന്നെ ഈ പൊതുപ്രവർത്തകർ, ഇപ്പം നമ്മൾക്ക് മാധ്യമപ്രവർത്തകരാണ്, അങ്ങ് അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ഈ പൊന്നാരിമംഗലം ടോളിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്, പൊന്നാരിമംഗലം ടോള് ഹൈക്കോടതിയിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ബോൾഗാട്ടി കഴിഞ്ഞ് പൊന്നാരിമംഗലം ടോൾ കഴിയുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ. സ്വാഭാവികമായിട്ട് ഈ പൊതുപ്രവർത്തകരായാലും മാധ്യമപ്രവർത്തകരായാലും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. അവിടെ പോലും ഓരോ സമയം പോകുമ്പോഴും ഭീമമായി ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചും കുറേ തർക്കങ്ങളും വാഗ്വാദങ്ങളൊക്കെ പണ്ട് നടന്നു. പിന്നീട് അതെല്ലാം ശാന്തമായിരിക്കുന്നു. അപ്പോൾ ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്കെങ്കിലും ഈ യാത്രാ സൗജന്യം കൊടുക്കണമെന്ന് നിയമത്തിൽ പറയുമ്പോൾ അതിനെ പോലും ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്തുണയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാം. ഉണ്ടാകൊണ്ടാണല്ലോ അവരിത്ര ധൈര്യമായിട്ട് ഇങ്ങനെ നിയമം പ്രതികരിക്കാൻ ആരുമില്ല. തീർച്ചയായും പ്രതികരിക്കാൻ ആരുമില്ല. ജനം നിസ്സഹായരാണ്. അവിടെ പ്രതികരിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച്
ആൾക്കാരെ മോശം ആയിട്ട് കണക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം. അതെ, അത് വലിയകര ടോളിലും അത് സംഭവിച്ചു. എന്തോ ഒരാൾ സമരം ചെയ്തിട്ട് അയാൾ എന്തോ സാമ്പത്തികം വാങ്ങി പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളൊക്കെ ഈ ഉടമ തന്നെ ഫേക്ക് വാർത്ത ആരെ കൊണ്ടോ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യിച്ച് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയൊക്കെ ചെയ്താൽ BJPയുടെ ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പ്രശ്നം ഉണ്ടാകും. BJPയുടെ പുറത്താക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുടെ അന്ന് പുറത്ത് വന്നായിരുന്നു. പിന്നീട് അറിയുന്നു അയാൾ നിരപരാധിയാണ്, അയാൾ ആക്ച്വലി സമരം ചെയ്തു തന്നെയാണ് എന്നുള്ള നിലയിലൊക്കെയുള്ള വാർത്തകൾ പിന്നീട് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കോക്കസാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നിയമലംഘനയാണ്. അവിടെ തന്നെ നമ്മുടെ ഈ പൊന്നാരിമംഗലം ടോൾ പോകുന്നിടത്ത് തന്നെ എനിക്ക് തോന്നുന്നു 6 or 7 ചെറിയ കലുങ്കുകൾ പാലങ്ങളുണ്ട്. ആ പാലത്തിലെ റോഡിന് നിർമ്മാണം തന്നെ അപകടത്തിലാണ്. കാരണം ഈ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ എടുത്തങ്ങ് ചാടുകയാണ്. അത് ഓരോ സമയത്തും, അതായത് ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ ആ അപ്രോച്ച് പാലത്തിൽ നിന്ന് വരുന്ന അപ്രോച്ച് റോഡ് താന്ന് പോയിക്കൊണ്ടിരിക്കും. അതെ, വീണ്ടും അവരത് ഒരു താൽക്കാലികമായിട്ട് അത് ഉയർത്തിപ്പെട്ടത് ക്രമീകരിച്ച് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അത് ആ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്നാണ് വിദഗ്ധർ അത് ചൂണ്ടിക്കാണുന്നത്. അത് പരിശോധിക്കാൻ പോലും എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് അത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച. ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളീയ മനസാക്ഷി ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരോടാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ച് പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു നാടാണ് കേരളം. ഇത്രയും വലിയൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് അതിന് പിന്തുണ നൽകുക എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ബോധവൽക്കരിക്കണം. എന്താണ് അവർക്ക് ടോള് പിരിക്കുമ്പോൾ ടോൾ പിരിക്കുന്ന അധികാരികൾക്കും ആ ടോൾ പ്ലാസ ഉടമകൾക്കുമുള്ള ആ ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു, ആ ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കപ്പെട്ടിട്ടാണോ അവർ ടോള് നമ്മളിൽ നിന്ന് പിരിക്കുന്നത്, നമ്മൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് ടോള് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥർ. ഈ വിധ കാര്യങ്ങളെപ്പറ്റി പൊതുജനങ്ങളെ കൂടെ ബോധ്യവൽക്കരിക്കണം. അതെ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. ഇപ്പോൾ ഫാസ്ടാഗ് മാറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രം. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം ടോൾ പ്ലാസയെ സംബന്ധിച്ച് ടോൾ ആയിക്കോട്ടെ, പൈസ വാങ്ങിക്കോട്ടെ. നമുക്കിപ്പോൾ മണ്ണുത്തി ആ റോഡ് വികസനം വന്നേ പിന്നെ നമുക്കെനിക്ക് തോന്നുന്നു തൃശ്ശൂർ എറണാകുളം യാത്രയിൽ തന്നെ 1 മണിക്കൂറോളം നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, കറക്റ്റാണ്. അതേസമയത്ത് ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ വേറൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത് സാർ, ഇപ്പോൾ ഈ ഉദാഹരണം മണ്ണുത്തി ടോളിൽ നിന്ന് നമ്മൾ ടോൾ കൊടുത്തു. ആ ടോള് അടുത്തൊരു ടോള് വരുന്നത് അരൂർ കുമ്പളം ടോളാണ്. അപ്പോൾ അവിടെ എടുത്ത ആ പാസ് വെച്ചിട്ട് ഈ ടോളൂടെ കവർ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള സംവിധാനമൊക്കെ പണ്ട് ഒന്നിലധികം ടോളുകൾക്ക് കണക്ട് ചെയ്ത് പോയൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ടോള് പാലിയേക്കര ടോളിന്റെ കാര്യം വരുമ്പോൾ 64 കിലോമീറ്റർ ആണ് ടോളബിൾ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മണ്ണൂത്തിയിൽ നിന്ന് ടോള് കൊടുത്തു, അദ്ദേഹത്തിന് ചാലക്കുടി വരെ വന്നാൽ മതിയെങ്കിലും നമ്മൾ ഈ പറയപ്പെടുന്ന എടപ്പള്ളി വരെ യാത്ര ചെയ്യുന്ന ടോളാണ്. ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റ് പുതിയ പരിഗണനയിലുള്ളത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഡിസ്റ്റൻസിന് GPS സംവിധാനം വഴി അതിന് മാത്രം ചാർജ് കൊടുത്തു പോകത്തക്ക രീതിയിൽ. എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ഗൗരവമായിട്ട് ആ വിഷയത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയ മൂവ്മെൻ്റാണ് കേരളത്തിൽ പൊതുസമൂഹം, രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യം. ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റിന്റെ ചുമതല ഹർജിക്കാരൻ അഡ്വക്കേറ്റ് K. രാധാകൃഷ്ണൻ, അദ്ദേഹം സംസ്ഥാന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ചെയർമാനാണ്. ഒരു വലിയ സോഷ്യൽ വർക്കറാണ്. ഓക്കെ, അപ്പം എന്തായാലും ഒരു വലിയ വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ഗൗരവമായിട്ട് ആ വിഷയത്തെ നോക്കിക്കണ്ടുകൊണ്ട് കേസ് എടുത്തിരിക്കുകയാണ്. ഈ മറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ ഈ 11 ടോളുകൾ കേരളത്തിലെ ഏറ്റവും മേജർ ടോളുകളായിട്ടുണ്ട്. ഈ ടോളുകളുടെയൊക്കെ പിന്നാമ്പുറത്ത് ടോൾ പ്ലാസകളെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇങ്ങനെയുള്ള ധാരാളം കഥകളാണ് കേൾക്കുന്നത്. നമ്മൾ പണം കൊടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവൻ, നമ്മൾ റോഡിലെ കൂടെ യാത്ര ചെയ്യുന്നു, റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാവിധ പണ ഇടപാടുകളും അടയ്ക്കുകയാണ്. നേരത്തെ കൂട്ടി 15 വർഷത്തേക്കുള്ള ടാക്സ് അഡ്വാൻസ് അടയ്ക്കുന്ന നമ്മൾ. അപ്പോൾ 15 വർഷത്തേക്കുള്ള ടാക്സ് അഡ്വാൻസ് അടയ്ക്കുമ്പോൾ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് 15 വർഷം മുന്നേ നമ്മൾ അടയ്ക്കുകയാണെന്ന് ഓർക്കണം. അപ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന സമ്പത്ത് വളരെ വലുതായിട്ടും നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നതാണ്. അതിൻ്റെ പുറമെയാണ് ഈ റോഡ് പോലും നല്ല രീതിയിൽ റോഡ് മെയിൻ്റനൻസ് നടക്കണില്ല. അതുപോലെ തന്നെ സൈഡിലൂടെയുള്ള അപ്രോച്ച് റോഡുകളില്ല, ലൈറ്റില്ല, വൈദ്യുതിയില്ല, വെളിച്ചമില്ലാത്ത ഈ ഇരുട്ട് നിറഞ്ഞ ഈ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മുന്നിൽ ഇപ്പം നിലനിൽക്കുകയാണ്. അതിനൊരു വിരാമം വിട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് MG ശ്രീജിത്തും അഡ്വക്കേറ്റ് ശ്രീ രാധാകൃഷ്ണനും കൂടെ ചേർന്നുകൊണ്ട് എന്തായാലും നല്ല ഒരു മൂവ്മെൻറ്റാണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് ഫലപ്രാപ്തി ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമൂഹത്തിൻ്റെ ഈ വേദന മനസ്സിലാക്കിക്കൊണ്ട്, ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൊള്ളസംഘത്തിനെതിരായിട്ട് ഒരു നിലപാടെടുക്കും, നിയമപരമായ നിലപാടെടുക്കും എന്ന് നമുക്ക് ആശിക്കാം. നന്ദി സാർ, ഇത്രയും നേരം ചാനൽ 91 ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിൽ താങ്ക് യു.